ദനഹക്കാലം 5-ാം ഞായർ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 3 വാക്യങ്ങൾ 1 മുതൽ 15 വരെ. വിചിന്തനം: മാറ്റങ്ങൾ വരുത്തേണ്ട നിലപാടുകൾ. ലോകപ്രസിദ്ധരായ ചിത്രകലാകാരന്മാരിൽ എല്ലാ തരത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നുവെന്ന് ലോകം അംഗീകരിക്കുന്ന മൂവർ സംഘത്തിൽപ്പെട്ടവരാണ് ലയനാർഡോ ദ വിഞ്ചി, മൈക്കൽ ആഞ്ചലോ, റാഫി എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന റാഫേൽ. ഇവരെ സംബന്ധിച്ച് ലോകം ഇന്ന് വിലയിരുത്തുന്നത് ദി ഗ്രേറ്റ് ട്രിയോ എമംഗ് ദി ആർട്ടിസ്റ്റ് ഫോർ ഓൾ ദി ടൈംസ്. ലോകത്തിൽ ഇന്നേ വരെയുള്ള ചരിത്രത്തിൽ ഋതുത്വത്തിന്റെ സ്ഥാനം ചിത്രരചനാകലയിൽ ഇവർക്കാണ് ലോകം കൊടുത്തിരിക്കുന്നത്. അതിൽ ലയനാർഡോ ദ വിഞ്ചിയെ പറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെറിയൊരു പരാമർശം നടത്തിയത് ഓർമ്മയിലുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഓടിച്ചുള്ളൊരു പരാമർശം മറ്റ് 2 വ്യക്തികളെ പറ്റിയിട്ട് പറയാൻ നിർബന്ധപ്പെടുകയാണ് ഇന്നത്തെ സുവിശേഷം വായിച്ചു കേട്ടപ്പോൾ. അതിൽ റാഫി ചെറുപ്പം മുതലേ തന്നെ ചിത്രകലാരചനയിൽ വൈദഗ്ധ്യം, തന്റെ കഴിവും മിഴിവും പ്രദർശിപ്പിച്ച ഒരു ബാലനായിരുന്നു. വളർന്നു വരുമ്പോ അദ്ദേഹത്തിന്റെ കഴിവുകളും അദ്ദേഹം വളർത്തിയെടുക്കാൻ ശ്രമിച്ചു. അങ്ങനെ 21-ാം വയസ്സിലാണ് ഫ്ലോറൻസിൽ വെച്ച് പ്രശസ്തനായിട്ടുള്ള ശില്പിയും അതിവിദഗ്ധനായിട്ടുള്ള ചിത്രകലാകാരനുമായ മൈക്കൽ ആഞ്ചലോ റാഫി കണ്ടുമുട്ടുന്നത്. അന്നാണ് റാഫി മൈക്കൽ ആഞ്ചലോയുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നത്. മൈക്കൽ ആഞ്ചലോ നിന്ന് വിദഗ്ധമായ പരിശീലനം റാഫി നേടി. 37 വർഷേ റാഫി ലോകത്തിൽ ജീവിച്ചിട്ടുള്ളൂ. അതിനകം ലോക ജനശ്രദ്ധ പിടിച്ചു പറ്റത്തക്ക വിധത്തിലുള്ള കലാകാരന്മാരിൽ മുൻപന്തിയിലെത്താൻ റാഫിക്ക് സാധിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ പ്രകൃതി ദൃശ്യം ശ്രദ്ധേയമായിട്ടുള്ള ഒരു ക്യാൻവാസിൽ അദ്ദേഹം പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്റെ പണിപ്പുരയിലേക്ക് താൻ വളരെയേറെ ബഹുമാനിക്കുന്ന മൈക്കൽ ആഞ്ചലോ തന്റെ അരുമ ശിഷ്യന്റെ പണിത്തരങ്ങൾ എങ്ങനെയുണ്ട് എന്ന് നിരീക്ഷിക്കുന്നതിനും വിലയിരുത്തുന്നതിനും തിരുത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും മറ്റുമായിട്ട് ഒരു ദിവസം ആ പണിപ്പുരയിലേക്ക് കടന്നു വരുന്നു. ആകസ്മികമായി എന്ന് പറയട്ടെ, ഗുരുനാഥൻ കടന്നു വരുന്ന ആ സമയത്ത് റാഫി തന്റെ പണിപ്പുരയിൽ ഇല്ലായിരുന്നു. ഏകദേശം പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ആ പ്രകൃതി ദൃശ്യം മൈക്കൽ ആഞ്ചലോ വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചതിന് ശേഷം തൊട്ടടുത്ത് കണ്ടുമുട്ടിയ ഒരു ചോക്കിംഗ് കഷ്ണം എടുത്തുകൊണ്ട് റാഫിയുടെ പണിപ്പുരയിൽ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ക്യാൻവാസിന്റെ ഒരു അറ്റത്ത് ആംബ്ലിയൂസ് എന്ന് എഴുതി അതിന് താഴെ മൈക്കൽ ആഞ്ചലോ എന്നും എഴുതി. മൈക്കൽ ആഞ്ചലോ അവിടെ നിന്ന് പോയി. റാഫി അധികം താമസിക്കുന്നതിന് മുമ്പ് തന്റെ പണിപ്പുരയിലേക്ക് തിരിച്ചെത്തി. തന്റെ ക്യാൻവാസിൽ തന്റെ ഗുരുബോധൻ എന്തോ എഴുതിയിരിക്കുന്നത് അദ്ദേഹം കണ്ടു. ആംബ്ലിയൂസ്, അത് തന്റെ ഗുരുബോധനാണ്, ഗുരുനാഥനാണ് എഴുതിയിരിക്കുന്നതെന്ന് റാഫിക്ക് മനസ്സിലായി. ഗുരുബോധന്റെ പേരും അവിടെയുണ്ട്. ആംബ്ലിയൂസ് എന്ന് പറഞ്ഞാൽ ലത്തീൻ പദമാണ്. പോരാ, വികസിക്കണം, വളരണം, കൂടുതൽ ഉദാത്തമായിട്ടുള്ള ചിന്തകളിലേക്ക് വ്യാപരിക്കണം എന്നൊക്കെ അർത്ഥം വരുന്ന ലത്തീൻ പദമാണ് ആംബ്ലിയൂസ് എന്ന പദം. റാഫിക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ഒരു വിഷമവും ഉണ്ടായില്ല. തന്റെ ഗുരുബോധനിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം ജീവിതത്തിൽ സംശീകരിച്ചുകൊണ്ട് റാഫി തന്റെ ചിത്രകലാരചനയിൽ വീണ്ടും വൈദഗ്ധ്യം നേടി. അങ്ങനെ 37 വർഷത്തിന്റെ ഉള്ളിൽ ലോക ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ സാധിക്കുന്ന വലിയ കലാകാരനായി തീർന്നു റാഫി. ഇത് എന്തിനു വേണ്ടി ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞു? ഇന്നത്തെ സുവിശേഷം വായിച്ചു കേട്ടപ്പോ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത്. പ്രകൃതി ദൃശ്യം കാൻവാസിൽ പകർത്തുകയായിരുന്നു റാഫി. എന്നാൽ പ്രകൃതിയുടെ പ്രപഞ്ചനാഥനൻ, സാക്ഷാൽ ദൈവത്തിന്റെ പുത്രൻ യേശു ക്രിസ്തു തന്നെ വന്നു കണ്ട ഒരു മനുഷ്യനോട് ആ സംസാരമധ്യേ യേശു ക്രിസ്തു നടത്തിയ ഒരു കമന്റ് ആംബ്ലിയൂസ് നിക്കാദേമൂസ് എന്നായിരുന്നു. ആ കമന്റ് എന്ന് പറയുന്നതിൽ എന്താണ് അനൗചിത്യം എന്ന് എനിക്ക് തോന്നി. യേശു ക്രിസ്തു ആംബ്ലിയൂസ് എന്നല്ല നിക്കാദേമൂസിനോട് പറഞ്ഞത്. അതിന്റെ അർത്ഥം ധരിക്കുന്ന നിക്കാദേമൂസ്, നീ വീണ്ടും ജനിക്കേണ്ടിയിരിക്കുന്നു എന്ന പദമാണ് മലയാളത്തിൽ അതിന്റെ വിവർത്തനമായിട്ട് നാം വായിച്ചത്. പ്രപഞ്ചകർത്താവ് തന്റെ സൃഷ്ടിയിൽ മകുടമായിരിക്കുന്ന മനുഷ്യരിൽപ്പെട്ട ഒരു ഉത്തമവർണ്ണൻ, നിക്കാദേമൂസ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ യേശുവിനെ കണ്ടപ്പോ യേശു നടത്തിയ
ഒരു കമന്റാണത്. ആംബ്ലിയൂസ്, നീ വളരണം, നീ വികസിക്കണം, നീ അതിനുവേണ്ടി വീണ്ടും ജനിക്കണം. ഇപ്പോ ഉള്ളത് പോരാ, വീണ്ടും തുടങ്ങണം എന്നർത്ഥം. ഈ രംഗം നമുക്ക് സുവിശേഷത്തിലെ സജ്ജീകരിച്ചിരിക്കുന്നത് കുറെ കൂടിയും സജീവമായ രീതിയിൽ നമ്മുടെ ഭാവനയിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവരാൻ ശ്രമിക്കാം. യേശുക്രിസ്തു തന്റെ ജീവിതത്തിൽ പലരെയും കണ്ടുമുട്ടിയിട്ടുണ്ട്. പലരും ജീവിതത്തിൽ യേശുക്രിസ്തുവിനെയും കണ്ടുമുട്ടിയിട്ടുണ്ട്. യേശുക്രിസ്തു കണ്ടുമുട്ടിയവരും യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയവരും അവരിൽ ബഹുഭൂരിപക്ഷം സാധാരണ ജനങ്ങളാണ്. അവര് രോഗികളുണ്ട്, പലതരത്തിലുള്ള രോഗികളുണ്ട്, അവര് ചുങ്കക്കാരുണ്ട്, പാപികളുണ്ട്, അവര് സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരുണ്ട്, പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കണ്ടുമുട്ടിയവര്, യേശു കണ്ടുമുട്ടിയവരും യേശുവിനെ കണ്ടുമുട്ടിയവരും ബഹുഭൂരിപക്ഷം സാധാരണ ജനങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാം സുവിശേഷത്തിൽ നിന്ന്. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. യേശുവിനെ കണ്ടുമുട്ടിയവരും യേശു കണ്ടുമുട്ടിയവരും എല്ലാവരും സാധാരണക്കാരാണെന്ന് വിചാരിക്കുന്നത് തെറ്റ്. സുവിശേഷം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു വളരെ വളരെ ഉന്നതമായിട്ടുള്ള ആളുകളും യേശുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. യേശു കണ്ടുമുട്ടിയിട്ടുണ്ട് അവരെയും. സുവിശേഷത്തിൽ നാം വായിക്കുന്ന ഒരു ശമയോനെ പറ്റി, വലിയ പണക്കാരനാണ്, ധനാഢ്യനായിട്ടുള്ള ശമയോൻ. യേശുവിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോ എന്തോ ഉള്ളിലുള്ള ഒരു ദുരഭിമാനത്തിന്റെ എക്സ്പ്രഷൻ എന്ന രീതിയിൽ എന്ന് തന്നെ പറയട്ടെ, യേശുവിനെ ഒരു അത്താഴ വിരുന്നിന് വേണ്ടി ക്ഷണിക്കുന്നു. സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു അത്. യേശു വിരുന്ന് സൽക്കാരം സ്വീകരിച്ചുകൊണ്ട് ശമയോന്റെ അടുത്തേക്ക് പോകുന്നു. ശമയോന്റെ ആ ഊതി വീർപ്പിച്ച വ്യക്തിത്വത്തിനെ ഒന്ന് കുത്തി, ആ കുത്തി കാറ്റ് വിടാൻ യേശു ആ അവസരം ഉപയോഗിച്ചത് നാം സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. വലിയ ആളാണ് ശമയോൻ. ശമയോൻ മാത്രമല്ല, നാം പരിചിതരായിട്ടുള്ള സക്കേവൂസ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ചുങ്കക്കാരിൽ പ്രധാനിയാണ് സക്കേവൂസ്. ഇൻകം ടാക്സ് ഓഫീസറിന്റെ ചീഫ് എന്നർത്ഥം. അദ്ദേഹം സാധാരണക്കാരനല്ല. അദ്ദേഹത്തെ യേശു കണ്ടുമുട്ടി, യേശു അദ്ദേഹത്തെയും കണ്ടുമുട്ടി. അദ്ദേഹം വളർന്നു, രക്ഷപ്പെട്ടു. അതാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. സക്കേവൂസ് മാത്രമല്ല, ശതാധിപൻ. അദ്ദേഹം ഒരു പട്ടാള ഉദ്യോഗസ്ഥനാണ്, സാധാരണ ഒരു ഉദ്യോഗസ്ഥനല്ല. 100 പേരെങ്കിലും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു മേലുദ്യോഗസ്ഥൻ. യേശുവിനെ കണ്ടുമുട്ടി, യേശു അദ്ദേഹത്തെ കണ്ടുമുട്ടി. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ മാറ്റ് ജനങ്ങളുടെ മുമ്പിൽ യേശു പ്രകടിപ്പിക്കാൻ അത് അവസരമാക്കി കൊടുത്തു. കണ്ടുമുട്ടിയവരിൽ വലിയ പ്രഗത്ഭരായിട്ടുള്ള ചില ആളുകളാണത്. ശതാധിപൻ മാത്രമല്ല, നഥാനിയേൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം സൻഹെഡ്രിൻ സംഘത്തിലെ സുപ്രീം കോടതിയിലെ ജഡ്ജാണ്, ജഡ്ജിമാരിൽപ്പെട്ട ഒരാളാണ് നഥാനിയേൽ. നിഷ്കളങ്കൻ, ശുദ്ധമനസ്, പണ്ഡിതൻ, ലോകം അംഗീകരിക്കുന്ന ആദരിക്കുന്ന ഒരു മനുഷ്യൻ, അഴിമതി പുലരാത്തൊരു മനുഷ്യൻ, കറയില്ലാത്തൊരു മനുഷ്യൻ. ആ മനുഷ്യനും യേശുവിനെ കണ്ടുമുട്ടി. യേശു അവനുള്ള അംഗീകാരം അവിടെ കൊടുത്തു. കറയില്ലാത്ത, കളങ്കമില്ലാത്ത ഇസ്രായേൽക്കാരൻ എന്നാണ് യേശു ലോകത്തിന് മുമ്പിൽ അവനെ പരിചയപ്പെടുത്തിയത്. യേശു കണ്ടുമുട്ടി സാക്ഷാൽ ചക്രവർത്തിയെ തന്നെ. ഹെരോദേസ് ചക്രവർത്തിയുടെ മുമ്പാകെ നിന്നു യേശു. കുറ്റവിചാരണം നടത്താൻ വേണ്ടിയാ, യേശുവിനെ കുറ്റം വിധിക്കാൻ വേണ്ടി. ആ ചക്രവർത്തിയോട് യേശു ചോദിക്കുന്നു, ഉന്നതത്തിൽ നിന്ന് അധികാരം തന്നിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങേക്ക് എന്റെ മേൽ യാതൊരു അധികാരം ഉണ്ടാകുമായിരുന്നില്ല. ആ ചക്രവർത്തിയുടെ മുമ്പിലും യേശു നിൽക്കപ്പെടുന്നു. ഒരു തരത്തിൽ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപനായിട്ടുള്ള ജൂലിയസ് സീസർ നിയമിച്ചിട്ടുള്ള പന്തിയോസ് പീലാത്തോസിന്റെ മുമ്പാകെയും യേശു നിൽക്കപ്പെടുന്നു. വെറും സാധാരണക്കാരനല്ല പന്തിയോസ് പീലാത്തോസ്. ആ നാട്ടിലെ ഗവർണറാണ്, ചക്രവർത്തിയുടെ എല്ലാ തരത്തിലുള്ള പ്രതിനിധിയാണ്, വിധിക്കാനും വിട്ടഴിക്കാനും അധികാരമുള്ളവനാണ്. പീലാത്തോസിന്റെ മുമ്പാകെയും നിൽക്കപ്പെട്ടു യേശു. വലിയ ഉന്നതന്മാരെ യേശു കണ്ടിട്ടുണ്ട്. മതപുരോഹിതന്മാരിൽ കയ്യാപ്പായ യേശു കണ്ടിട്ടുണ്ട്. മഹാപുരോഹിതൻ എന്നല്ല, സമൂഹത്തിന്റെ എല്ലാ തുറകളിലും പെട്ട എല്ലാ ആളുകളെയും ഉന്നത സ്ഥാനീയരെയും യേശു കണ്ടിട്ടുണ്ട്. ഇതാ ഇന്ന് യേശുവിനെ കാണാൻ വേണ്ടി ഒരു മനുഷ്യൻ വരുന്നു. അവന്റെ പേരാണ് നിക്കോദേമോസ്. അതിന് സുവിശേഷകൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു, അദ്ദേഹം യഹൂദരിൽ ഏറ്റവും മുന്തിയ സമൂഹമായിരിക്കുന്ന ഫരീസയിൽ പ്രമുഖനാണ്. അദ്ദേഹം പണ്ഡിതനാണ്, അദ്ദേഹം ഫരീസയരുടെ ഗുരുവാണ്. എന്ന് വെച്ചാൽ സമൂഹത്തിൽ പരക്കെ അംഗീകരിക്കപ്പെട്ട ഒരു മനുഷ്യൻ, എല്ലാ തരത്തിലും ആദരണീയമായിട്ടുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം യേശുവിനെ കാണാൻ വേണ്ടി വരുന്നു. എന്താ രാത്രി വന്നേ, പകല് സമയം കിട്ടാനിട്ടാണോ? അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പലതും യേശുവിനെ പറ്റി അറിഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ചിലത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തില് വളരെ വളരെ തീവ്രമായ മനസ്സോടുകൂടി ഉള്ളു നിറയെയാണ് നിക്കോദേമോസ് യേശുവിന്റെ അടുത്തേക്ക് വരുന്നത്. യേശുവിനോട് നിക്കോദേമോസ് പറയുന്നു, താങ്കളെ പറ്റി ഞാൻ പലതും കേട്ടിട്ടുണ്ട്, ചിലതൊക്കെ താങ്കളുടെ പ്രവർത്തനങ്ങൾ ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. താങ്കളുടെ പ്രവർത്തനങ്ങളും താങ്കളുടെ വാക്കുകളും
ചെയ്തികളും മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണ് താങ്കൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിക്കോദേമോസ് യേശുവിനോട് പറഞ്ഞതാണ്. യേശു അതിന് ഉത്തരമായിട്ട് പറയുന്നതാണ് ഇന്നത്തെ സുവിശേഷം. നിക്കോദേമോസ്, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം ഒരുവൻ ദൈവത്തിൽ നിന്ന് വരുന്നവനാണ് എന്ന് പറയുക സാധ്യമല്ല. അസാധാരണമായ സംഭവങ്ങൾ ഒരാൾ പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അവൻ ദൈവിക മനുഷ്യനാണ് എന്ന് പറയുക സാധ്യമല്ല. ലോകത്തിൽ പലരും അങ്ങനെ ചെയ്യുന്നു. ആ കൂട്ടത്തിൽപ്പെട്ടവനല്ല ഞാൻ. അതുകൊണ്ട് നിക്കോദേമോസ്, നീ ദൈവത്തിന്റെ ഇതിലേക്ക് എത്തണമെന്ന് വരികില് ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് നീ എന്നെ സമീപിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. നീ സ്വർഗത്തിൽ എത്തിച്ചേരണമെന്ന് വരികില്, ദൈവരാജ്യത്തിൽ എത്തിച്ചേരണമെന്ന് വരികില് നീ വീണ്ടും ജനിക്കണം. നിന്റെ ഇന്നുള്ള പാണ്ഡിത്യം പോരാ, ഇന്നുള്ള അറിവ് പോരാ, ഇന്ന് നീ ചെയ്യുന്ന ചെയ്തികൾ പോരാ. ഇന്നത്തെ നിന്റെ ചിന്താരീതിയിൽ നിന്ന് വ്യത്യാസപ്പെടണം. നിന്റെ വീക്ഷണഗതിയിൽ മാറ്റം വരുത്തണം. നിന്റെ പ്രവർത്തനങ്ങളിൽ ശൈലികളിൽ വ്യത്യാസം വരുത്തണം. നിന്റെ മനസ്സിന് അന്തരം വരണം. നീ വീണ്ടും തുടങ്ങണം. എങ്കിലേ നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമാകുള്ളൂ. നിക്കോദേമോസിന് യേശു പറഞ്ഞതാണ്, അത്ഭുതങ്ങളും അടയാളങ്ങളുമല്ല ഒരു വ്യക്തിയെ ദൈവത്തിൽ നിന്ന് വരുന്നവനാണോ അല്ലയോ എന്ന് തെളിയിക്കാൻ യേശു ഇവിടെ ഉദ്ദേശിച്ചത്. വീണ്ടും ജനിക്കണം. അതിനാണ് മൈക്കിളാഞ്ചലോ എഴുതി വെച്ച മാതിരി യേശു ക്രിസ്തു പറയുന്നു, നിക്കോദേമോസ് ആംബ്ലിയൂസ്, നീ വീണ്ടും വികസിക്കണം. നിന്റെ ചിന്താരീതിയില് വലിയ വ്യത്യാസം വരുത്തണം. വലിയ വ്യത്യാസം വരുത്തണം. നിന്റെ സ്വാർത്ഥപരമായ ചിന്തയിൽ നിന്ന് മാറി വളരെ 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 തുറന്ന രീതിയിൽ നിനക്ക് കാര്യങ്ങൾ വീക്ഷിക്കാൻ സാധിക്കണം. നീ യഹൂദന്മാരുടെ ഗുരുവല്ലേ? നീ ഫരീസയ സമൂഹത്തിന്റെ ഉന്നത അധികാരിയല്ലേ? നിന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ പാണ്ഡിത്യം ഇടുങ്ങിയതാക്കാൻ അനുവദിക്കരുത്. അത് നിന്റെ മനസ്സിനെ തുറവിയുള്ളതാക്കണം. നീ വീണ്ടും ജനിക്കണം. തീർച്ചയായിട്ടും യേശു ഈ പറഞ്ഞ വാക്കിൽ നിന്ന് അതിന്റെ കൗതാശികമായിട്ടുള്ള മാനവും ദൈവശാസ്ത്രപരമായിട്ടുള്ള മാനവുമാണ് പ്രഥമവും പ്രധാനവുമായിട്ട് യേശു ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് ധരിക്കാം. കൗതാശികമായിട്ടുള്ള മാനം എന്ന് ഞാൻ പറഞ്ഞത് മാമോദിസയെ സൂചിപ്പിച്ചാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ദൈവശാസ്ത്രപരമായിട്ടുള്ള പറഞ്ഞത് അതിനെ ദൈവശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് യേശു പറഞ്ഞത് എന്നുള്ളതും സത്യമാണ്. അതാണ് പ്രഥമവും പ്രധാനവുമായിട്ടുള്ള അർത്ഥം. നീ വീണ്ടും ജനിക്കണം എന്ന് യേശു പറഞ്ഞത് എന്ന് ഉള്ളത് സത്യമാണെങ്കിലും ആ വാചകത്തിന് മാനുഷികമായിട്ടും മനഃശാസ്ത്രപരമായിട്ടും ഒരു അർത്ഥം ഇല്ലേ എന്ന് എനിക്ക് തോന്നിപ്പോകുക. അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞ കഥയല്ല സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതിന്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള വശം, അതിന്റെ മാനുഷികമായിട്ടുള്ള വശം, യേശു പറഞ്ഞതിന്റെ മാനുഷിക വശമാണ് ഞാൻ പറഞ്ഞത്. നീ വീണ്ടും തുടങ്ങണം. നിന്റെ ജീവിതത്തിലെ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം. ചിന്താരീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. അതാണ് മാനുഷികമായിട്ടുള്ള വശം. അതാണ് മനഃശാസ്ത്രപരമായ വശം. ഈ വശം യേശു വളരെ വ്യക്തമാക്കുന്നു. ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം ആരാണ് സ്വർഗരാജ്യത്തിൽ പോകുക എന്ന് തന്നെയല്ല, പോയി കഴിഞ്ഞാൽ അവിടെ വലിയവൻ ആരാണ്, ഇതാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. ഈ നാട്ടിലെ തറയിൽ കിടന്നിട്ടുള്ള ചുറ്റുപാടിൽ നിന്ന് അവരൊക്കെ ഉയർന്നു തുടങ്ങി. സ്വർഗരാജ്യത്തെ പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങി. നാളെ ആര് കാശ് തരും, ആരെ വെട്ടിക്കണം എന്നുള്ള ചിന്തയല്ല ശിഷ്യന്മാർക്കുണ്ടാകുന്നത്. അവർക്ക് സ്വർഗരാജ്യത്തെ പറ്റിയുള്ള ചിന്തയൊക്കെ വന്നു. പക്ഷേ അവരുടെ ചിന്ത എന്താണ്? അതിൽ ആരാ വലിയവൻ എന്നുള്ളതാണ് പ്രശ്നം യേശുവിന്റെ അടുത്തെത്തി. യേശു അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കൂട്ടത്തിലെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു. ഒരു കുട്ടിയെ, ശിശുവിനെ മുന്നിലെ വിളിച്ചു വരുത്തിയിട്ട് അതിനെ പൊക്കിപ്പിടിച്ചിട്ട് പറയുക, മക്കളെ, നിങ്ങൾ ഈ ശിശുവിനെ പോലെ മനസ്സിന് അന്തരം വന്ന് ശിശുവിന്റെ മനസ്സിന്റെ നൈർമല്യം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യം പോലും കാണാൻ പോണില്ല. ഇത് തന്നെയാണ് നിക്കോദേമോസിനോടും യേശു ഇവിടെ പറയണത് എന്ന് നമുക്ക് വിചാരിക്കുന്നതിൽ തെറ്റില്ല. കുട്ടികളെപ്പോലെ നിങ്ങൾ ആകണം നിങ്ങളുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് നൈർമല്യം ഉണ്ടാകണം, കളങ്കം ഉണ്ടാകരുത്. നിങ്ങൾ എത്ര വലിയ പണ്ഡിതന്മാരായിക്കോട്ടെ, എത്ര വലിയ സ്വത്തുക്കളുടെ ഉടമകളാകട്ടെ, എത്ര വലിയ സ്ഥാനങ്ങളാകട്ടെ, ഇതൊന്നും നിങ്ങളെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോവില്ല. നിങ്ങളെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ മനസ്സാണ്. നല്ല മനസ്സ്, ശുദ്ധ മനസ്സ്, തുറന്ന മനസ്സ്, ശുദ്ധിയുള്ള മനസ്സ്, വക്രതയില്ലാത്ത മനസ്സ്. ഇതാണ് ആ ജീവിതത്തിന്റെ ആരംഭം. ഇതാണ്
ആ ജീവിതത്തിന് അടിസ്ഥാനമിടുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ശില മറ്റതൊന്നും നിലനിൽക്കുന്നതല്ല. നല്ല മനസ്സ്. ആ നല്ല മനസ്സ് എന്ന് പറഞ്ഞാൽ തുറന്ന മനസ്സ്, വക്രതയില്ലാത്ത മനസ്സ്, എല്ലാം കാണാനും കേൾക്കാനും സ്വാംശീകരിക്കാനും ഇടവരുന്ന ഒരു മനസ്സ്, ആരെയും തള്ളാതെയും ആരെയും കൊള്ളാതെയും ഇരിക്കുന്ന, ഒരു പ്രത്യേക കാരണത്താൽ കൊള്ളുകയോ തള്ളുകയോ ചെയ്യാത്തൊരു മനസ്സ്, സമഭാവനയുള്ള മനസ്സ്, സഹിഷ്ണുതയുള്ള മനസ്സ്, സ്നേഹമുള്ളൊരു മനസ്സ്, ക്ഷമയുള്ളൊരു മനസ്സ്. ഈ മനസ്സാണ് യഥാർത്ഥത്തിൽ സ്വർഗരാജ്യത്തിലേക്ക് പോകാനുള്ള ജീവിതത്തിന്റെ ആരംഭം എന്ന് യേശു വ്യക്തമാക്കുകയാണ്. അതവിടെ മാത്രമല്ല, മലയിലെ പ്രസംഗത്തിൽ യേശു പറയുന്നത് എന്താണ്? നിർമ്മല ഹൃദയർ, നിഷ്കളങ്ക ദൈവത്തെ കാണും. ദൈവത്തെ കാണുന്നവരെ ഇവര് മാത്രമേ ഉള്ളൂ. ദൈവത്തെ കാണണമെന്ന് ഒരിക്കലും ദൈവം ഇരിക്കുന്നവർക്ക് പോണ്ടേ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം അരൂപിയാണ്, നമ്മളെപ്പോലെ ഇരിക്കുന്നതല്ല. ദൈവത്തെ കാണുമെന്ന് പറഞ്ഞാൽ ദൈവത്തെ കാണണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിലും ആകണം. സന്നിധിയിലേക്ക് എത്തുന്നവരാരാ? നല്ല മനസ്സിന്റെ ഉടമകള്, പണ്ഡിതന്മാരൊന്നുമല്ല, അച്ഛന്മാരും കന്യാസികളും മെത്രാൻമാരും മാപ്പാപ്പിയൊന്നുമല്ല, നല്ല മനസ്സിന്റെ ഉടമകള്. മാർപ്പാപ്പയ്ക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എത്തും. മെത്രാൻസിന് നല്ല മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്തും. അച്ഛന്മാർക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എത്തും. കന്യാസികൾക്കും മനസ്സ് നല്ലതാണെങ്കിലേ എത്തോ, അത് അൽമാർക്കും മനസ്സ് നല്ലതാണെങ്കിലേ അവിടെ എത്തോ എന്നുള്ളതാണ് സത്യം. ആ മനസ്സ് നമ്മൾ മൂടി വെച്ച്, ആ മനസ്സ് വക്രതയുണ്ടാക്കി, ആ മനസ്സില് ചെയ്ത തെറ്റ് നമ്മൾ അംഗീകരിക്കാതിരുന്ന് അതിനെ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യുന്ന ആ മനസ്സ് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ ആരംഭമല്ല, അത് വേറെ വഴിക്കുള്ള പോക എന്ന് യേശു ക്രിസ്തു നിക്കാദെമോസിനോട് പറയുന്നു. നിക്കാദെമോസ് എന്തുണ്ടായി? ആള് വലിയ തെറ്റ് ചെയ്തതാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. സുവിശേഷത്തിലെ തെറ്റ് ചെയ്തവനെ സമൂഹത്തിന്റെ ഒരു ഗുരുവായിട്ട് അംഗീകരിക്കാൻ ഇടയില്ല. അതിൽ യോഹന്നാന്റെ വിവരണത്തിൽ നിന്ന് ആദരണീയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിക്കാദെമോസ് എന്ന് നമുക്ക് ആ വിവരണത്തിൽ നിന്ന് മനസ്സിലാകും. പക്ഷെ നിക്കാദെമോസ് പഠിച്ചു, നിയമപണ്ഡിതനാണ്. ആ പാണ്ഡിത്യമൊക്കെ വളരെ 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 അദ്ദേഹത്തിന്റെ മനസ്സിനെ ചുരുക്കിക്കളഞ്ഞു, വളരെ വളരെ ഒതുക്കിക്കളഞ്ഞു, വളരെ വളരെ അത് വികസിക്കാതിരുന്നു, മുരട്ടിച്ചു എന്ന് പറയുന്നത് എങ്ങനെ നമുക്കത് മനസ്സിലായി? യേശു പറയുന്ന കാര്യങ്ങള് ഒന്നും അല്ല തലേ കയറണേ, വീണ്ടും ജനിക്കുക, ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോ നിക്കാമോസിന്റെ മനസ്സിലെ ഓടി വന്ന ചിന്ത അത് വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പോകേണ്ട പോക്ക, അതിൽ നിന്ന് അതീതമായിട്ടുള്ളൊരു ചിന്ത, അതിൽ നിന്ന് ഉയർന്നൊരു ചിന്ത, അതിന്റെ ദൈവികമായ മാനങ്ങളെ പറ്റിയുള്ളൊരു ചിന്ത, ഈ പഠനവും ഈ പാണ്ഡിത്യവും ഈ ചുറ്റുപാടുകളും ഈ ഒന്നും നിക്കാദെമോസിന് കൊടുക്കാൻ ഇടവന്നില്ല. അതുകൊണ്ട് മനസ്സ് ചുരുങ്ങി, മനസ്സ് ഇടുങ്ങി. ഈ ഇടുക്കത്തിന്റെയും ചുരുക്കത്തിന്റെയും മുരടിത്തത്തിന്റെയും മനസ്സിൽ നിന്ന് നീ വിടുതി പ്രാപിക്കണം. യേശു വ്യക്തമാക്കുന്നു, നീ ഇസ്രായേലിന്റെ ഗുരുവല്ലേ, എന്നിട്ടും നിനക്കത് മനസ്സിലാകുന്നില്ലേ? ഭൗതികമായ കാര്യങ്ങളെപ്പറ്റി ഞാൻ നിന്നോട് സംസാരിച്ചിട്ട് നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള ദൈവികമായ കാര്യങ്ങളെപ്പറ്റി നിന്നോട് സംസാരിച്ചാൽ നിനക്ക് മനസ്സിലാകുമെന്ന് എങ്ങനെ എനിക്ക് ഗ്രഹിക്കാൻ പറ്റും? നിക്കാദെമോസ് പാണ്ഡിത്യവും ആയിരിക്കുന്ന സ്ഥിതിയും മനുഷ്യനെ വളർത്തുന്നതിന് പകരം മനുഷ്യനെ ചെറുതാക്കുന്ന രീതി, മനുഷ്യനെ ഒതുക്കുന്ന രീതി, മനുഷ്യനെ ഋജുവാക്കുന്ന രീതി, ഇതറിയാതെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. നമ്മളൊരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് വിചാരിക്കാം, പക്ഷെ സാധാരണക്കാരുടെ തുറന്ന മനസ്സിന്റെ അത്ര പോലും നമ്മളെ എത്താതെ ഋജുവായിട്ട് നമ്മുടെ കാഴ്ച വളരെ വളരെ ചുരുങ്ങിയതായിട്ട് നിൽക്കുന്നു കാണാം. ചില കാര്യങ്ങളെ പറ്റി ഉദാഹരണമായിട്ട് നമ്മുടെ കേരളത്തിലെ ഈ കാഴ്ച വളരെ ചുരുങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്ന ഒരു വലിയ രംഗമുണ്ട്. ഈ ദിവസങ്ങളിൽ മനോരമയില് ഒരു സീരീസ് ഓഫ് ആർട്ടിക്കിൾസ് വരുന്നു, സ്ത്രീ പീഡനം, സ്ത്രീകളെ കേരള ജനത എങ്ങനെ നേരിടുന്നു എന്നുള്ളത്. അത് ഓരോ ദിവസത്തിലും അത് വന്നുകൊണ്ടിരിക്കുന്നു. അനുഭവമാണ്. സ്ത്രീകൾക്ക് പകലാകട്ടെ രാത്രിയാകട്ടെ, രാത്രി പറയണ്ട, തനിച്ചൊരു നിരത്തിൽ കൂടി നടന്ന പ്രശ്നം കമന്റടി, ചൂളം വിളി. അത് മാത്രമല്ല, തനിച്ച് എവിടേക്കെങ്കിലും പോയ പ്രശ്നം, ബസ്സിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ തനിച്ച് കൂട്ടിന് ആംഗ്ലയെ വരുത്തണം. ആംഗ്ല വന്നാൽ തന്നെ ഈ കമന്റടി കേൾക്കുമ്പോ എന്തെങ്കിലും ആംഗ്ല പ്രതികരിച്ചാൽ നാളെ ആംഗ്ലയുടെ കഴുത്ത് ഉടലിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന രംഗം നമ്മുടെ കേരളത്തിലെ എന്തോ നമ്മുടെ കാഴ്ചപ്പാടിൽ വികല്പം വന്നിരിക്കുന്നു. വളരെ വളരെ വികല്പമായിട്ടുള്ള ഒരു ധാർമ്മികത നമ്മുടെ ഉള്ളിലേക്ക് കയറി വന്നിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലല്ലേ ഒരു സ്ത്രീയെ കണ്ടാൽ ഒരു പുരുഷന് കമന്റ് അടിക്കാതെ പോകാൻ സാധിക്കാത്ത ഒരു എന്താ പറയാ സാംസ്കാരിക ഉന്നമനോ അതോ അധോപ്പതനോ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ അറിയാതെ തന്നെ പുരുഷൻ ആണാകുന്നത് കാണിച്ചു കൊടുക്കുന്നു.
കൊടുക്കുകയാണ് ഈ കമന്റ് അടിയിൽ കൂടെ. ഇതാണോ ആണത്വം? ഇതാണോ പുരുഷത്വം? എന്തോ വികലമായിട്ടുള്ളൊരു ധാർമ്മികത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അത് നമ്മുടെ ഭവനങ്ങളിൽ നിന്നാകാം തുടക്കം. ചെറിയ കുട്ടിയായിരിക്കുന്ന അവസരത്തിൽ തന്നെ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമായ രീതിയിൽ അമ്മയും ആന്റിയും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കി തരികയാണ്. അപ്പോ കൗതുകത്തോടു കൂടി നോക്കുന്ന ഒരു സ്വന്തം കൊച്ചു പെങ്ങളാണോ എന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത കൗമാരക്കാരനായിട്ടുള്ള ആൺകുട്ടികള് ഈ സമൂഹത്തിന്റെ ഒരു ശപമായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്നു. അവൻ റോട്ടിൽ ഇറങ്ങിയാലും നാട്ടിലിറങ്ങിയാലും സിനിമാ തിയേറ്ററിൽ ഇറങ്ങിയാൽ പിന്നെ പറയേണ്ട കാര്യം വികലമായിട്ടുള്ള ധാർമ്മിക എന്നാൽ അവനും പറയും വലിയ ധാർമ്മികതയാണ് അവൻ സംസാരിക്കുക, ഉത്തുംഗമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പുണ്യങ്ങളാണ് അവൻ സംസാരിക്കുക. പക്ഷേ അവന്റെ കമന്റടി, അവന്റെ സംസാരം, അവന്റെ വഷളത്തരമുള്ള അവന്റെ ജൽപ്പന്നങ്ങള് അവനെ ബിട്രേ ചെയ്യുന്നു എന്ന് അവനെ മനസ്സിലാക്കുന്നില്ല. എന്തോ ഒരു വികല്പം കേരള ജനതയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ ഇല്ലാത്ത അത്ര തണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമ്മുടെ തീർത്ഥകേന്ദ്രത്തിലേക്കും പല ആളുകൾ വരുന്നു, പണ്ടത്തേക്കാൾ കൂടുതലാണ് ആളുകൾ. എന്നാൽ കുറച്ചു മുമ്പ് ചില കമന്റ് കണ്ടുകൾ ഇവിടെയും ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. ഇപ്പൊ അതില്ല. സന്തോഷം, നന്ദി മക്കളെ. അങ്ങനെ കമന്റ് അടിച്ചിട്ടല്ല പുരുഷത്വം തെളിയിക്കേണ്ടത്. പുരുഷത്വം തെളിയിക്കേണ്ട രീതി അതല്ല. ഇന്നല്ലെങ്കിൽ നാളെ അത്തരം കമന്റ് അടിക്കാർക്ക് കാലിലെ ചെരുപ്പ് കവളത്ത് വന്ന് വീഴുമ്പോഴാ മനസ്സിലാകുക. അതല്ല പുരുഷൻ തെളിയിക്കേണ്ട രീതി. ഇന്ന് അതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നന്ദി, അനുമോദനങ്ങള്. ആ തരത്തിലല്ല വളരേണ്ടത്. യേശുക്രിസ്തു പറയുന്നു നമ്മുടെ ചിന്താരീതിയിൽ വ്യത്യാസം വരണം, നമ്മുടെ ധാർമ്മികത എന്ന് വിചാരിക്കുന്ന കാര്യത്തിൽ വ്യത്യാസം വരണം. ഇത് അതിന് തന്നെയല്ല. ഒരു അച്ഛൻ ഒരു കന്യാസ്ത്രീയോട് സംസാരിച്ചാൽ കുഴലിത, ധാർമ്മികമായ കുഴല്, സെക്സിന്റെ കുഴല്, ഈ കുഴലിൽ നിന്ന് വ്യത്യാസപ്പെട്ടൊരു കുഴല് നമ്മുടെ മനസ്സിലില്ല. ഒരു കന്യാസ്ത്രീ അച്ഛനോട് സംസാരിച്ചാലും കുഴലിത, ഒരു പുരുഷൻ സ്ത്രീയോട് സംസാരിച്ചാൽ കുഴലിത, സെക്സിന്റെ കുഴല്. വികസിക്കണം, മാറണം. ചിലയിടത്ത് വികല്പമുണ്ട്, അവിടെ കുഴല് തന്നെ വേണം. അവനെ പിടിക്കണം, അവളെയും പിടിക്കണം, അട്ടിക്കേണ്ടോട് അട്ടിക്കണം. നമ്മളിതൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ. പക്ഷെ ഈ കുഴല് മാത്രം കൈ പിടിച്ച് നടക്കരുത്. മനുഷ്യൻ ശുഷ്കിച്ചു പോകും, മനുഷ്യൻ മുരടിച്ചു പോകും. യേശുക്രിസ്തു പറയുന്നു നീ വീണ്ടും ജനിക്കണം. മൈക്കലാഞ്ചലോ പറയുന്നു ആംബ്ലിയൂസ്, വികസിക്കണം, നീ തുറക്കണം നിന്റെ മനസ്സ്, മുരടിക്കരുത്. ഈ സന്ദേശം യേശുക്രിസ്തു ഇന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുക. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ തരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ സുവിശേഷ സന്ദേശം അവസാനിപ്പിക്കാം.